കേസ്മാർട്ടിനകത്ത് ഡെത്ത് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർവീസുകൾ ഏപ്രിൽ 1 മുതൽ അവൈലബിൾ ആകും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഏപ്രിൽ 5 ഞാനിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇതുവരേക്കും നമ്മുടെ കേസ്മാർട്ടിനകത്ത് ആ ഒരു സർവീസ് അവൈലബിൾ ആയിട്ടില്ല. ഇതിന്റെ കാരണമായിട്ട് അറിയാൻ സാധിച്ചത് സെർവർ ഡൗൺ ആണ്, അല്ലെങ്കിൽ അതിനുള്ള കപ്പാസിറ്റി നമ്മുടെ ആ ഒരു കേസ്മാർട്ടിന് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് എന്നത്തേക്ക് റെഡി ആകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം കൃത്യമായ ഒരു സമയം പറയുന്നില്ല. ജൂൺ ജൂലൈ മാസം ആകുമ്പോഴേക്കും നമുക്കത് ക്ലിയർ ആകും എന്ന് പ്രതീക്ഷിക്കാം. ഏകദേശം 941ഓളം ഗ്രാമപഞ്ചായത്തുകളുടെ ഡാറ്റാസ് മൈഗ്രേറ്റ് ചെയ്യാനായിട്ടുണ്ട് കേസ്മാർട്ടിനകത്ത്. അതിനുള്ള എഫിഷ്യൻസി ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിന് ഇല്ലാത്തത് കൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ അത് അവൈലബിൾ അല്ല എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിച്ചത്. ഓക്കെ, എന്നായാലും അത് അവൈലബിൾ ആകുന്ന സമയത്ത് അത് അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അതിനെക്കുറിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഗ്രാമപഞ്ചായത്തുമായിട്ടുള്ള സർവീസുകൾ നമുക്ക് ILGMS എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു സൈറ്റ് ഉണ്ട്. ആ ഒരു സൈറ്റിനകത്ത് നമുക്ക് ഇപ്പോഴും ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സർവീസുകളും അതിൽ അവൈലബിൾ ആകുന്നതാണ്. അപ്പോൾ അതിൽ എങ്ങനെയാണ് ഓരോ സർവീസുകളും ചെയ്യുക എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ഞാൻ തീർച്ചയായും ചെയ്യാം. നിങ്ങൾ എന്തായാലും തീർച്ചയായും നമ്മൾ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോഴും ഗ്രാമപഞ്ചായത്തുമായിട്ടുള്ള സർവീസുകൾ കേസ്മാർട്ടിൽ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിങ്ങൾ ILGMS എന്ന് പറയുന്ന സൈറ്റിലേക്ക് പോയിട്ട് നിങ്ങളുടെ സർവീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനകത്ത് നിങ്ങൾക്ക് ഗ്രാമപഞ്ചായത്തിന്റെ സർവീസുകൾ വളരെ കൂളായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ.